ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ നേരെ മുമ്പിലുള്ള റൗണ്ട് ബോട്ട് വെള്ളത്തിൽ ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മൊബൈലിൽ ഷംസ് മെഡിക്കൽ സെന്ററിന്റെ ആ എനിക്ക് നടന്നു പോകേണ്ട വഴിയാണിത്. ഷെമിബാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ 18 വ്യാഴം രാത്രിയോടുകൂടി മഴ തുടങ്ങി. ചെറുതായി തുടങ്ങിയ മഴ പിന്നീട് ഇടിമിന്നലോടുകൂടി അല്പം ശക്തി കൂടി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു മഴ കാണുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മഴ തകർത്ത് പെയ്തു. ഇപ്പൊ സമയം രാവിലെ 7 മണിയാണ്. അപ്പോൾ താഴത്തെ അവസ്ഥ എന്താണെന്നും അറിയില്ല. വെള്ളപ്പൊക്കമാണോ അതോ വെള്ളമില്ല ഒന്നും അറിയില്ല. ഏതായാലും താഴോട്ടൊന്ന് റൗണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ നേരെ മുമ്പിലുള്ള റൗണ്ട് ബോട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നല്ല താഴ്ന്ന പ്രദേശമായതിനാൽ ഉയരമുള്ള സ്ഥലങ്ങളിലെ വെള്ളമെല്ലാം ഒലിച്ച് ഇവിടെ വന്ന് കെട്ടി നിൽക്കും. ഇനി മുനിസിപ്പാലിറ്റിയുടെ ടാങ്കർ വന്നിട്ട് വേണം വെള്ളം വലിച്ചെടുത്ത് ഈ ഭാഗം ക്ലിയർ ചെയ്യുവാൻ. ചിലപ്പോൾ അതിന് 1-2 ദിവസങ്ങളൊക്കെ എടുക്കും. കാരണം ഇന്നേ ദിവസം എല്ലാ ടാങ്കറും നല്ല ഓട്ടത്തിലായിരിക്കും. മെയിൻ റോഡുകൾക്കൊക്കെയാണ് അവർ പ്രയോറിറ്റി കൊടുക്കുക. അവിടെയൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം ഈ ഭാഗത്തൊക്കെ വരും. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഏരിയയും വെള്ളത്തിലാണ്. ശരിക്കും ഇത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു മെയിൻ റോഡാണ്. ഇന്ന് ഉച്ചവരെ ആരും വെളിയിലിറങ്ങാൻ പാടില്ല. ശക്തമായ മഴ ഉണ്ടാവും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മഴയൊന്നും കാണുന്നില്ല. പക്ഷെ കുറച്ച് മൂടൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇരുണ്ടിട്ടുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഏരിയകളിലും ഫ്ലഡഡ് ആയതുകൊണ്ട് തന്നെ മിക്ക കമ്പനികൾക്കും വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മൊബൈലിൽ ഷംസ് മെഡിക്കൽ സെന്ററിന്റെ ആ ജംഗ്ഷനിലാണ്. ആ ഏരിയയിൽ ഒരു ഭാഗം ഓൾമോസ്റ്റ് എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. गाड़ी में बंद हो, पानी में बंद हो गया. ഇവിടെ ഒരു കാറ് വഴിയിൽ ഓഫായിട്ടുണ്ട്, കാണാൻ പറ്റും. ഓ, ഇതെങ്ങനെ ക്രോസ് ചെയ്യും? इधर तक आएगा? नहीं आएगा ना? और उसका देखेगा तो मालूम होता है. ഈ പറയാൻ പറ്റില്ല, ചിലപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളില്ലേ, ഈ ഡ്രൈനേജിന്റെ ഈ സാധനങ്ങള് വെള്ളം പാസ്സാവാൻ വേണ്ടി തുറന്നു കിട്ടും. അപ്പോഴാണ് പോയിട്ട് അടി വീഴുക. ടാങ്കറുകൾ വരുന്നുണ്ട്, വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ആൾക്കാർ ഈ പള്ളിയിലാണ് ജുമാക്ക് വരുന്ന ആൾക്കാരൊക്കെ നമസ്കരിക്കാനൊക്കെ അതിനകത്ത് കുറച്ച് സ്ഥലം ഫില്ലാവും. സാഹചര്യാവസ്ഥ അറിയാലോ. അപ്പൊ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇന്ന് മൊത്തം വെള്ളം കയറിയിരിക്കുന്നത്. അവരൊക്കെ എവിടെ പോയി നിസ്കരിക്കും എന്നറിയില്ല. അതുകൊണ്ട് ഇന്ന് നേരത്തെ പള്ളിയിൽ ആൾക്കാരായിട്ട് നിറയും. പെട്ടെന്ന് സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. മൈ ഗോഡ്, എനിക്ക് നടന്നു പോകേണ്ട വഴിയാണിത്. പ്ലാൻ ബി നോക്കട്ടെ. ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ താഴെയുള്ള കച്ച പാർക്കിംഗ് ഏരിയയിലത്തെ അവസ്ഥ കാണിച്ചു തരാം. ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്ലാറ്റിന് താഴേക്ക് നോക്കുമ്പോൾ മൊത്തം ഫാമിലി പുറത്താണ്. കുട്ടികളും സ്ത്രീകളെല്ലാം അടക്കം പുറത്ത് വന്നിട്ട് കാഴ്ചകൾ കാണുകയാണ്. ഈ റോഡില് വെള്ളക്കെട്ടും വാഹനങ്ങള് പോകുമ്പോഴുള്ള അങ്ങനെ കുട്ടികളെ കാണിക്കാനൊക്കെ ആയിട്ട് രാവിലെ തന്നെ എല്ലാ ഫാമിലിയും പുറത്ത് വന്നിട്ടുണ്ട്.
ഇത് ഷാർജ മൊബൈലിൽ തന്നെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. അത് റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ട് ഏതാണ്, റോഡ് ഏതാണെന്ന് പറയാൻ കണ്ടാൽ അറിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ വാഹനം മുങ്ങിപ്പോയ ആൾക്കാരുടെ അവസ്ഥ ഓർക്കുമ്പോൾ വിഷമമാണ്. കാരണം അത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം UAE ഗവൺമെന്റ് ഒരു 4-5 ദിവസം മുമ്പേ പറയുന്നുണ്ടായിരുന്നു ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഈവനിങ് മുതൽ മഴ ഭയങ്കര ശക്തമാകും, എല്ലാവരും പ്രീകോഷൻസ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ പാർക്കിംഗ് സ്പേസിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ എന്റെ വൈഫ് ഷെമീല ഇന്നലെ വൈകിട്ട് പാർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വണ്ടി കുറച്ച് വെള്ളം കയറാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് ഉയർന്ന പ്രദേശത്ത് ഞാൻ കൊണ്ടുവച്ചു. അങ്ങനെ ചെയ്യാനായിരുന്നു. ഇത്രയും UAE ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവര് വീണ്ടും നല്ല കുഴിയുള്ള ഭാഗത്ത്, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഭാഗത്ത് തന്നെ വണ്ടി കൊണ്ടുവച്ചു. ശരിക്കും ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് എന്റെ ഫ്ലാറ്റിലേക്ക് നടന്നെത്തുന്ന ദൂരം ഞാൻ ഇതിൽ 1 മണിക്കൂർ നടന്നു. കാരണം വെള്ളം ഫുള്ള് വഴിയെല്ലാം ബ്ലോക്ക് ആക്കി. അതുകൊണ്ട് വഴി ഡൈവേർട്ടായി കണക്കാണ്. പിന്നെ എന്റെ ഫ്ലാറ്റിലേക്ക് എത്താനായി പോയിട്ട് നന്നായിട്ട് കാലും കൈയെല്ലാം സോപ്പിട്ട് കഴുകണം, അല്ലെ കുളിക്കുക തന്നെ ചെയ്യണം. കാരണം ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്ലഡ് വരുന്ന സ്ഥലത്ത് പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിനേജിലെ വാട്ടറും പുറത്തേക്ക് തള്ളും, ഓവർഫ്ലോ ആവും. അപ്പം അതും ഈ വെള്ളത്തിനോടൊപ്പം മിക്സ് ആവും. ചിലപ്പോൾ കാലിനൊക്കെ ഈ അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഫ്ലാറ്റ് എത്തി ഗൈസ്. ഞാൻ ജുമാ നമസ്കാരത്തിനായി പോയിരുന്നത് ദുബായിലെ പള്ളിയിലായിരുന്നു. രാവിലെ വെള്ളക്കെട്ട് കണ്ടിരുന്ന പല റോഡുകളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനായി UAE, പ്രത്യേകിച്ച് ദുബായ് 30 മില്യൺ ദിർഹമിന്റെ പദ്ധതിയിലൂടെ വൻതോതിലുള്ള ഡ്രെയിനേജ് മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നു. ആഴത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 100 വർഷത്തെ പദ്ധതിയാണിത്. ഭാവിയിലെ വെള്ളപ്പൊക്കം തടയുന്നതിനായി മഴവെള്ള സംഭരണ ശേഷി 700% ഗണ്യമായി വർദ്ധിപ്പിക്കുക, പ്രതിദിനം 20 ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം വെള്ളം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ടണൽ ബോറിംഗ് മെഷീനുകൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നിങ്ങനെ പോകുന്നു. അപ്പോൾ UAEയിലെ മഴ വിശേഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.